കാലവർഷം നന്നായി പെയ്തു തുടങ്ങുന്ന സമയമാണ്. മലയാളം കലണ്ടറിൽ മിഥുനമാസം ആരംഭിച്ചു ഇടവം പൂർത്തിയാകുന്നു. ഈ ഇടവപ്പാതി കാലത്ത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. കൃഷിക്കാർക്കൊക്കെ അതറിയാം. ഈ സമയത്തിനൊരു പ്രത്യേക പേര് പറയും. ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ആരും കൃഷിക്കാരില്ലല്ലോ അല്ലേ? എന്നാലും പഴയ ഓർമ്മയിൽ ശരിയാണ്, ഒത്തിരി പേര് പറഞ്ഞു. അതൊന്ന് ഉറക്കെ പറയാവോ? എന്ത് ഞാറ്റുവേലയാണ്? തിരുവാതിര ഞാറ്റുവേലയാണ്. കഴിഞ്ഞ ഒരു 5-6 ദിവസം മുമ്പേ അത് തുടങ്ങി. കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു 25-ാം തീയതി ഉച്ചയ്ക്ക് 12:25 അത് ആരംഭിച്ചു. സൂര്യൻ മകരത്തിൽ നിന്ന് തിരുവാതിരയിലേക്ക് കയറുന്ന സമയമാണ്. മലയാളം കലണ്ടറിൽ സൂര്യനെ കേന്ദ്രമാക്കിയാണ് മാസങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതെല്ലാം ആ കാലത്താണ്. എന്താണ് ഈ തിരുവാതിര ഞാറ്റുവേലക്കാലം? നമ്മുടെ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഞാറ്റുവേലക്കാലത്തിന്റെ പ്രത്യേകത, എന്തും നട്ടാൽ വിളയുന്ന ഒരു സമയമാണ്. കുരുമുളകൊക്കെ നടേണ്ട സമയമാണ്. അതങ്ങോട്ട് കൊണ്ട് കുത്തി വെച്ചാൽ മതി, പിടിച്ച് കയറിക്കോളും. പണ്ട് കാലത്ത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ധാരാളം കുരുമുളക് പോർച്ചുഗൽ തുടങ്ങിയ വിദേശ രാജ്യം, യൂറോപ്പിലേക്കും ഒക്കെ ഇങ്ങനെ വലിയ കപ്പലുകളിൽ കയറ്റി അയക്കുമായിരുന്നു. എന്നിട്ട് അവർ സ്വർണ്ണമൊക്കെ തന്നിട്ട് ഈ കുരുമുളക് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് കറുത്ത പൊന്ന് എന്ന് നമ്മളതിനെ വിളിച്ചത്. ഇതെങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർക്കൊരാഗ്രഹം, കുറച്ച് വള്ളിയും കൂടി കൊണ്ടുപോയാൽ അവരുടെ നാട്ടിൽ ഇത് നടാമല്ലോ. അങ്ങനെ കുറെ വിദേശികൾ ഇതിന്റെ വള്ളികളെല്ലാം ഈ ചാക്കിനോടൊപ്പം കെട്ടിക്കൊണ്ടുപോയി. നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർക്ക് ആശങ്കയായി, ഇതെല്ലാം പോയി അവിടെ കിളുത്താൽ പിന്നെ അവർ കുരുമുളക് വാങ്ങാൻ ഇവിടെ വരുമോ? അവര് അന്നത്തെ സാമൂതിരി രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇപ്രാവശ്യം അവർ വള്ളിയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ കാര്യം മിക്കാറും തീരുമാനമായെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരി രാജാവ് പറഞ്ഞു, അവർക്ക് കുരുമുളകിന്റെ വള്ളിയെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ കഴിയില്ല. ആ ഞാറ്റുവേലയിലെ അതുണ്ടെങ്കിലേ, അനുകൂലമായ കാലാവസ്ഥ ഉണ്ടെങ്കിലേ ഇത് വിളയുകയുള്ളൂ. ഇത്രമാത്രം ശീതളമായ ചൂടും തണുപ്പും കൃത്യമായ അനുപാതത്തിലുള്ള ഒരു ഞാറ്റുവേലയും ഒരു ഭൂപ്രകൃതി ലോകത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. നമ്മളിതിൽ കഴിയുന്നത് കൊണ്ട് ഇതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നില്ല. അത്രമാത്രം ഈ കാലത്ത് മഴ ഇങ്ങനെ നൂലുപോലെ പെയ്യുകയാണ്. ആകാശം മഴനൂലുകളാൽ ഭൂമിയെ കൊരുക്കുന്ന സമയമാണ്, തുന്നിയെടുക്കുന്ന സമയമാണ്. മഴ ഭൂമിയെ മൃദുവാക്കുന്ന ഒരു കാലമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അത്രമാത്രം സമൃദ്ധി, ഈർപ്പം ഭൂമിയിൽ നിലനിൽക്കുന്നു. ഇളം കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഈ കാർമേഘങ്ങൾക്കിടയിലൂടെ നല്ല ചൂട് വെയിൽ കടന്നു വരുന്നു. അപ്പോൾ ഒരു വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായി. എല്ലാം വിളയുന്ന ഒരു കാലത്ത് ഈ ഞാറ്റുവേലയിൽ, ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ നിലത്ത് വീഴുന്ന ദൈവവചനവും നന്നായി വിളയുന്നതിനുള്ള ഒരു സമയമാണ്. അതിനെ അപ്രകാരം അനുകൂലമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ആത്മീയ ഫലങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുമൊക്കെ നമുക്ക് പകർന്നു നൽകാനായിട്ട് സാധിക്കും. ആത്മീയ ജീവിതത്തെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, അതൊരു കൃഷിയാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, വിതക്കാരൻ വിതപ്പാൻ പുറപ്പെട്ടു, വിത്ത് വിതച്ചു, കുറച്ച് നല്ല നിലത്ത് വീണു, പാറമേൽ വീണു, മുള്ളിനിടയിൽ വീണു. ഇതൊരു വിതയാണ്. ഇത് കിളിർത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നിരന്തരമായ ശ്രദ്ധയും സാധനയും പ്രാർത്ഥനയും
ജാഗ്രതയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. ശ്രേഷ്ഠമായ സ്ലീഹാ നോമ്പ് പൂർത്തിയായി മാതാവിൻ്റെ നോമ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അതിനുള്ള ഇടയിലുള്ള ഒരു ഇടവേള സമയമാണ് ഇത്. കർത്താവിൻ്റെ 12 സ്ലീഹന്മാർ അവർ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ അടിസ്ഥാനമായിട്ട് മാറുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രധാന ചിന്താ വിഷയം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ്. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറെ പേരും മുക്കുവരായിരുന്നു. മാത്രമല്ല അവരെല്ലാവരും ഒരു 99% ആളുകൾ 30 വയസ്സിന് താഴെയുള്ളവരായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു. അവർ മുക്കുവരായിരുന്നു, അവർ ചെറുപ്പക്കാരായിരുന്നു. അത് കർത്താവിന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധയായിരുന്നു. അവരെല്ലാവരും വലിയ പ്രഭുകുമാരന്മാരോ, അവരെല്ലാവരും വലിയ തത്വശാസ്ത്രജ്ഞരോ, അവരെല്ലാവരും വലിയ ധനികരോ ആയിരുന്നില്ല. അവരെല്ലാവരും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ആഴപ്പെട്ട മനുഷ്യരായിരുന്നു. അവരെയാണ് കർത്താവിന് ആവശ്യം. എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ആഴപ്പെട്ട മനുഷ്യരെയാണ് കർത്താവിന് ആവശ്യം. കർത്താവ് അവരെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് മുക്കുവന്മാരെ കൂടുതലായിട്ട് തിരഞ്ഞെടുത്തു? മുക്കുവന്മാരുടെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് മുഖാമുഖമായിട്ട് പോരാടുന്ന ആളുകളാണ്. അവർ അതിരാവിലെ അവരുടെ ഒരു കട്ടമരത്തിൽ കയറി കടലിന്റെ വിശാലതയിലേക്ക് പോവുകയാണ്. അപാരമായ ഒരു ധൈര്യം, അധ്വാനിക്കാനുള്ള ഒരു മനസ്സ്, അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പണിയും ഇല്ലാത്തവന്റെ പണിയല്ല. അത് വളരെയേറെ സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് മുക്കുവന്മാർ. അവർ അതിരാവിലെ ഉണരും. പെരുമീൻ ഉദിക്കുമ്പോൾ ചെറിയൊരു തടിക്കഷണത്തിൽ കയറി, ഒരു കൊച്ചു വഞ്ചിയിൽ കയറി കടലിന്റെ വിശാലതയിലേക്ക് പോവുകയാണ്. വലിയ കൊടുങ്കാറ്റുകൾ, മരം കൊച്ചുന്ന തണുപ്പ്, പേമാരി, എന്തും സംഭവിക്കാം. പക്ഷെ അതിനെ ഭയമില്ല. ധൈര്യത്തോടുകൂടി ലോക ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു കെൽപ്പ്, കുറച്ചുകൂടി ഈ സാഹചര്യത്തിൽ പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ അഭയം. അഭയം എന്താ? ഭയം, പേടി. എന്താ അഭയം? പേടിയില്ലായ്മ. നമ്മുടെ പ്രാർത്ഥനാ സംഗമത്തിന്റെ പേരാണ് അഭയം. അഭയം, ഭയമില്ലായ്മ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കേണ്ടുന്ന ഒരു ആത്മീയ ഗുണമാണ്. എപ്പോഴാണ് മനുഷ്യന് ഭയം? ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ നോക്കിയാൽ അകാരണമായ ഒരു ഭയം നമ്മളെ ഇങ്ങനെ ചൂർന്നു നിൽക്കുകയാണ്. ഏകാന്തതയുടെ ഭയം, സാമ്പത്തികമായ അനിശ്ചിതത്വത്തിന്റെ ഭയം, മക്കൾ നോക്കുമോ എന്നൊക്കെയുള്ള ജീവിത സുരക്ഷിതത്വത്തിന്റെ ഭയം. ആ കാലഘട്ടത്തിലാണ് ഈ അഭയത്തിന്റെ പ്രസക്തി. ഈ പ്രാർത്ഥനാ സംഗമം നമ്മോട് പറയുന്നത് നിങ്ങൾ അഭയത്തിലേക്ക് വരൂ അല്ലേ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ താങ്ങാൻ ഒരു ദൈവസന്നിധിയുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ഔഷധം ഇവിടെയുണ്ട്, അഭയം. അവർ നിർഭീകരായി കടലിലേക്ക് പോയി. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഈ അഭയമുണ്ടായിരിക്കണം. എപ്പോഴാണ് നമുക്ക് ഭയമില്ലാതെ വരുന്നത്? എപ്പോഴാണ് ഭയമില്ലാതെ വരുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവാശ്രയം എപ്പോഴുണ്ടാകുന്നോ അപ്പോൾ നമുക്ക് ഭയമില്ല. ഇന്ന് ചിലപ്പോൾ ഒരു ഫോൺ ബെല്ലടിച്ചാൽ പോലും ഭയമാണ് എടുക്കാൻ. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ടെലഗ്രാം വരുമ്പോൾ ഭയമാണ്. അതാരുടെയെങ്കിലും മരണവാർത്തയായിരിക്കും, അല്ലെങ്കിൽ ആരും ആർക്കും ടെലിഗ്രാം അയക്കാറില്ല. അപ്പോൾ ഈ ദൈവാശ്രയം എല്ലാ ഭയങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നു. മുക്കുവന്മാർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിന്റെ ധൈര്യത്തിൽ കടലിലേക്ക് പോകാൻ സന്നദ്ധരാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ യോഗ്യതയാണത്, തീർന്നു പോകാത്ത ദൈവാശ്രയം. രണ്ടാമതായി, മുക്കുവന്റെ ജീവിതത്തിൽ അവർക്ക് നിരാശയില്ല.
അവർ ഇന്ന് കടലിൽ രാവിലെ പോയി അല്ലെങ്കിൽ രാത്രിയിൽ പോയി അത് പൂർത്തിയാക്കി തിരികെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടുകയില്ല. മുക്കുവന്മാരെ സംബന്ധിച്ച് ഈ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ കാലം? ഇപ്പോൾ കടന്നു പോകുന്ന കാലം എന്താണ്? എന്ത് കാലമാണ്? ട്രോളിംഗ് ആണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ആത്മീയ ലോകത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കരുത് കേട്ടോ. ഞാറ്റുവേല ഏതാണ്, ഇതേത് കാലമാണ് എന്നൊക്കെ കൂടി നമ്മളൊന്ന് അന്വേഷിച്ചിരിക്കണം. അതും വളരെ ആവശ്യമാണ്. ഇപ്പോൾ അവർക്കൊന്നുമില്ല, വറുതിയാണ്. പക്ഷെ അവർക്ക് പരാതിയില്ല അല്ലേ? അവരാരും സെക്രട്ടേറിയറ്റിന്റെ അവിടെ വന്ന് സമരം ചെയ്യുന്നില്ല. ട്രോളിംഗ് നിർത്തണം, ഞങ്ങൾക്ക് ഉടനെ കടലിൽ പോകണം. ഒരു മുക്കുവനും വന്ന് സമരം ചെയ്യുന്നില്ല. വേറെ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു ഇപ്പോൾ പോയി സമരം ചെയ്തു തന്നെ. പക്ഷെ അവർ ചെയ്യുന്നില്ല. അവർ വളരെ ദുരിതത്തിലാണ്, അവർ വളരെ പ്രയാസത്തിലാണ്. പക്ഷെ അവർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ട്. ജീവിതത്തിൽ നിരാശയില്ല. ഇന്നവർക്ക് മീൻ ലഭിച്ചില്ലെങ്കിലും നാളെ രാവിലെയും അവർ അവരുടെ കട്ടമരത്തിൽ കയറി പോകുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന രണ്ടാമത്തെ അടിസ്ഥാന യോഗ്യതയാണ് നിരാശയില്ലായ്മ, തൃപ്തി. എനിക്ക് ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായും ഇരിക്കുവീൻ. അത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു വിഭാഗം അവർക്കിപ്പോഴും മണ്ണെണ്ണ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് മണ്ണെണ്ണ കൂടിയേ തീരുകയുള്ളൂ. അവരുടെ മണ്ണെണ്ണയ്ക്ക് സബ്സിഡിയൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം നമ്മളാരാണ് ഇപ്പോൾ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്? നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നുണ്ടോ? അപ്പോൾ മണ്ണെണ്ണ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലും തൃപ്തിയോടുകൂടി പ്രാർത്ഥിച്ച് അധ്വാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സംഭവം ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷണമാണത്. തൃപ്തി, ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനാവുക. ഒന്നാമതായി അവർ നിർഭീകമായിട്ട് ജീവിക്കുന്നു, ഭീതിയില്ലാതെ ജീവിക്കുന്നു. ഒരു ക്രിസ്ത്യാനി ഭീതിയില്ലാതെ ജീവിക്കണം. രണ്ടാമതായി അവർ തൃപ്തിയോടുകൂടി ജീവിക്കുന്നു മുക്കുവന്മാർ. മൂന്നാമതായി നമ്മുടെ കർത്താവ് മുക്കുവന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു കാര്യം നാം വിശകലനം ചെയ്താൽ അവർ കൂട്ടുകൂടി ജോലി ചെയ്യുന്നവരാണ്. ഒരു കട്ടമരത്തിൽ കയറി 5-8 പേർ പോവുകയാണ്. അവർക്ക് ഇട കൂടിപ്പോയെന്നോ ഇട കുറഞ്ഞു പോയെന്നോ യാതൊരു പരാതിയില്ല. കാരണം ഈ മരത്തടി ഇങ്ങനെ കടലിന്റെ മുകളിൽ കൂടി ഒഴുകി പോകുമ്പോൾ വലിയ കൊടുങ്കാറ്റാണ്. ചിലർ അതിൽ നിന്നും തെറിച്ചു പോകും. ചിലപ്പോൾ തിരമാലകൾ അവരെ ആകാശത്തോളം ഉയർത്തിയിട്ട് പാതാളത്തോളം താഴ്ത്തിടുന്ന അനുഭവങ്ങൾ. ഇന്ന് നമുക്കാണ് വീട്ടിൽ ഓരോ മുറിയിലും ഓരോ TV വേണമെന്നൊക്കെ നിർബന്ധം. കൊടുങ്കാറ്റടിച്ച് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ ഇരിക്കാനുള്ള സ്ഥലത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ. അത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഒരുമിച്ചായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നവർ. ഇന്ന് നമ്മുടെ എത്ര കുടുംബങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നതിൽ നാം സന്തോഷിക്കുന്നു. നമ്മുടെ എത്ര ദേവാലയങ്ങളിൽ, ഭരണസമിതികളിൽ ഒരുമിച്ചായിരിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു. നാടിന്റെ എത്ര ഭരണകാര്യങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു. അവനാണ് ഇപ്രാവശ്യം ചുമതല, ഞാനൊരു പരിപാടിക്കുമില്ല. പലപ്പോഴും നമ്മുടെ ഒരു രീതിയാണത്. എന്നാൽ മുക്കുവർ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിതത്തെ മുന്നോട്ട് കാണുന്നു. അതുകൊണ്ടാണ് കർത്താവ് മുക്കുവരെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ മുക്കുവരുടെ അടിസ്ഥാന സ്വഭാവം ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പുലർത്തുമ്പോൾ മാത്രമേ നമ്മൾ ശിഷ്യത്വത്തിന്റെ പടികളിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നാമമാത്ര ക്രിസ്ത്യാനികളാണ്. അങ്ങനെയുമുണ്ട് ക്രിസ്ത്യാനികൾ, പള്ളി രജിസ്റ്ററിൽ മാത്രം പേരുള്ള ക്രിസ്ത്യാനികൾ. അടക്കേണ്ടുന്ന സമയമാകുമ്പോൾ പള്ളിയിൽ നിന്നും ആള് ചെന്ന് എടുത്തുകൊണ്ട് പോരേണ്ടുന്നവർ, അതിനിപ്പുറം ഒരിക്കലും മനസ്സോടെ ഇങ്ങോട്ട് വരാത്തവർ, അവരെയും നമ്മൾ ചുമക്കണം. അങ്ങനെയുള്ളവരുമുണ്ട്. എന്നാൽ ഈ നോമ്പുകാലം, കഴിഞ്ഞ നോമ്പുകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശിഷ്യത്വത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്കാണ്. കർത്താവ് ശിഷ്യന്മാരെ തന്റെ സുവിശേഷത്തിന്റെ ഉപനിധി ഏൽപ്പിച്ചു. അവരെക്കുറിച്ച് ഈ നോമ്പുകാല പ്രാർത്ഥനകളിലൊക്കെ ദീർഘമായ പരാമർശങ്ങളുണ്ട്. അവർ ക്രിസ്തുവാകുന്ന നീതി സൂര്യന്റെ 12 പൊൻകതിരുകളാകുന്നു. അവർ ആ മഹാപർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന 12 നീരുറവകളാകുന്നു. അവർ പരിശുദ്ധ സഭയുടെ 12 തൂണുകളാകുന്നു. അവർ സഭാമാതാവിന്റെ പൊൻകിരീടത്തിലെ 12 രത്നങ്ങളാകുന്നു. ഇതെല്ലാം വിശേഷണങ്ങളാണ്.
ലോകത്തിലെ ഏത് പണ്ഡിതന്മാർക്ക് ഈ വിശേഷണങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ഏത് തത്വജ്ഞാനികൾക്ക് ഈ വിശേഷണം ലഭിച്ചിട്ടുണ്ട്? ഏത് രാജാക്കന്മാർക്ക് ഈ വിശേഷണം ലഭിച്ചിട്ടുണ്ട്? എന്താണ് അവരെ ധനികരാക്കിയത് എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സുവിശേഷം. അപ്പോൾ ഈ ദൈവവചനത്തോളം നമ്മളെ ധനികരാക്കുന്ന മറ്റ് യാതൊന്നും ഈ ലോകത്തിൽ ഇല്ല. അതിൽ നമ്മളൊന്ന് ഉറയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ വചനം കേൾക്കാൻ. ഇത്രത്തോളം എന്നെ ധനികനാക്കുന്ന യാതൊന്നും എൻ്റെ കർത്താവിൻ്റെ വചനത്തോളും അവൻ്റെ ആരാധനയോളും അവൻ്റെ നോമ്പുപവാസങ്ങളോടും കൗദാശിക ജീവിതത്തോളും ഈ സഭാജീവിതത്തോളം എന്നെ ധനികനാക്കുന്ന മറ്റൊന്നും ഈ ലോകത്തിൽ ഇല്ല. ആ ഉറപ്പാണ് നമ്മളെ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ആരാധനയിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുകയായിരുന്നു. നമ്മുടെ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:16 മുതൽ. അപ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിക്കുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ലോകത്തിൽ ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഒരു മഹാനിയോഗമാണ് മനുഷ്യനെ പിടിക്കുക, ആർട്ട് ഓഫ് മാൻ മേക്കിംഗ്. ഇപ്പോൾ ഭവനത്തിലെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മനുഷ്യരെ പിടിക്കുകയാണ്. കുഞ്ഞുങ്ങളെ പിടിച്ച് ശരിയായ രീതിയിൽ വളർത്തുന്നതിനുള്ള ഒരു പരിശ്രമമാണത്. എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുക. ദേവാലയത്തിലെ പുരോഹിതർ എന്താണ് ചെയ്യുന്നത്? രാഷ്ട്രീയ നേതൃത്വം എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യരെ പിടിക്കുകയാണ്. ഗുണമേന്മയുള്ള ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുവാനായി നമ്മളാലാവും വിധം നമ്മുടെ രാഷ്ട്രീയം കൊണ്ടും നമ്മുടെ കുടുംബം കൊണ്ടും നമ്മുടെ മതം കൊണ്ടും നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുക എന്നതിന്റെ പേരാണ് മനുഷ്യനെ പിടിക്കുക. അതാണ് ലോകത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പ് ഒരു ഗുരുവും ഇതിനു ശേഷം ഒരു ഗുരുവും ഇങ്ങനെ ഒരു നിയോഗം തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. എല്ലാവരും വന്ന് പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് പോയി. ഇതിനു മുമ്പ് ഗുരുക്കന്മാരുണ്ടായിരുന്നു, എല്ലാവരും വന്ന് പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് പോയി. കർത്താവിന് ശേഷവും ഗുരുക്കന്മാരുണ്ടായിരുന്നു, അവരും പാഠങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ ഇതിന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു എന്ന് ഉയർത്തി കാണിച്ച ഒരേ ഒരു ഗുരുവേ ഉള്ളൂ. ചോര കൊടുത്തവൻ ഒന്നേ ഉള്ളൂ. അവനാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവരാദ്യം ഇത് കേട്ടപ്പോൾ അവർക്ക് കർത്താവ് വന്നിരിക്കുന്ന ദൈവപുത്രനാണെന്നോ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നുവെന്നോ കാൽവറിയിൽ യാഗമാകാൻ പോകുന്നുവെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തിന്? ഉയർപ്പിന്റെ സമയത്ത് പോലും ഇവരിൽ എത്ര പേർ കൂടെയുണ്ട്? പക്ഷെ ആ വിളിയുടെ ആഴം, എന്നെ അനുഗമിക്കുക എന്ന ആ വിളിയുടെ പ്രതിധ്വനി, അതിന്റെ ആഴം, അതിലെ സത്യം അത്രമാത്രം മനസ്സിലാക്കിയവർ കർത്താവിന്റെ പിന്നാലെ ശീമോനും അന്ത്രയോസും പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് നിർത്തുന്നില്ല. വീണ്ടും തന്റെ യാത്ര തുടർന്നു. യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. അവരും എന്നെ അനുഗമിക്കുക എന്ന വിളി കേട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. ഈ രണ്ടു കൂട്ടരും ഉപേക്ഷിച്ച കാര്യങ്ങളുണ്ട്. എന്താണതൊക്കെ? അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. അവർ അപ്പനെയും കൂലിക്കാരെയും ഈ പടകിൽ വിട്ടിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ നാം ആയിരിക്കുമ്പോൾ എത്രമാത്രം ഈ ഒരു പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് നാം വന്നിട്ടുണ്ട്. നാം ആരും അതിന്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല. എന്നാൽ എത്രമാത്രം, ഏതളവിൽ അവനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ശിമോൻ പത്രോസ് കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് ശേഷം പറയുന്നുണ്ടല്ലോ, ഞാൻ മീൻ പിടിക്കാനായിട്ട് പോകുന്നു. പണ്ട് പടക് വിട്ടയാളാണ്, പക്ഷെ പടക് വിട്ടിട്ടില്ലായിരുന്നു. എന്ത് ചെയ്തു? പടക് ആ തോടിന്റെ സൈഡിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കും പറ്റുന്നതാരാണ്? പൂർണ്ണമായിട്ടും വിട്ടതിനെ പലതിനെയും നമ്മൾ വിട്ടിട്ടില്ല. പലതിനെയും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പല കടവുകളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പത്രോസ് ആ പടക് കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഒഴുക്കി വിട്ടിരുന്നെങ്കിൽ പിന്നെ മീൻ പിടിക്കാൻ പടകുണ്ടാവുമായിരുന്നില്ല. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് കൂട്ടുകാരോട് പറയേണ്ടി വരികയില്ലായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലെ വലിയ ഒരു പ്രതിസന്ധിയാണ്.
പത്രോസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒന്ന് ചിന്തിക്കുമ്പോൾ പത്രോസ് വാളെടുത്ത് വെട്ടുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ വാക്കെടുത്ത് വെട്ടുകയാണ്. നാം ആരും കൊലപാതകം ചെയ്യുന്നവരോ, നാം ആരും മോഷ്ടിക്കുന്നവരോ, നാം ആരും ജീവിതത്തിന്റെ മ്ലേച്ഛമായ വശങ്ങളിലേക്ക് അങ്ങനെയൊന്നും പോകുന്ന വ്യക്തികളൊന്നുമല്ല. അങ്ങനെയുള്ളവരൊന്നും ഇവിടെ വന്ന് അധികം ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ വാക്കെടുത്ത് വെട്ടുന്നവരാണ്. പത്രോസ് വാളെടുത്ത് വെട്ടി. ഒരു മനുഷ്യനെ വാളുകൊണ്ടാണോ വാക്കുകൊണ്ടാണോ കൊല്ലാൻ എളുപ്പം? വാക്കുകൊണ്ടാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, എത്രമാത്രം ക്രൂരമായ പരാമർശങ്ങൾ, അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ, ഇതെല്ലാം വാളുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ എടുത്തുചാട്ടങ്ങളെ സംയമനത്തോടെ മിതപ്പെടുത്തി, വാക്കുകളെ മിതപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന വലിയ ഓർമ്മപ്പെടുത്തൽ ഈ പശ്ചാത്തലത്തിൽ നമുക്കൊന്നുണ്ടാകണം. പത്രോസ് പെട്ടെന്ന് വാളെടുത്ത് കർത്താവിനെ പിടിക്കാൻ വന്നവരെ വെട്ടുകയാണ്. സേവകന്റെ കാതറുത്ത് താഴെ വീഴ്ത്തി എന്നാണ്. ആ വാക്കുകളെ വാക്ക് പ്രാണനാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ് വാക്ക്. ചിലപ്പോൾ അറിയാതെ അങ്ങ് പുറത്ത് വന്നു പോകും. എന്നിട്ട് നമ്മൾ ഞാൻ വിചാരിച്ചില്ലായിരുന്നു, അങ്ങ് പറഞ്ഞു പോയി. വിശുദ്ധനായ ആംബ്രോസ് പറഞ്ഞിരിക്കുന്നു, ഞാൻ മൗനിയായിരുന്നതിനെ കുറിച്ച് എനിക്ക് അനുതപിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ആയുധം എന്ന് പറയുന്നത് മൗനമാണ്. ചിലപ്പോൾ നമ്മൾ കഴിവില്ലാത്തവനായേക്കാം, കൊള്ളരുതാത്തവളായേക്കാം, ഒന്നിനും കൊള്ളാത്ത ഒരുത്തി, ഒന്നും മിണ്ടാതിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ടൊരു 4 വാക്കങ്ങോട്ട്, 4 വർത്തമാനം അങ്ങോട്ടൊന്ന് പറയട്ടെ. ആരാണ് യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ളത്? ആരും തന്നെ യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല. 1 വർഷമായിട്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുകയാണ്. ആരാണ് ജയിച്ചത്? ആരെങ്കിലും ജയിച്ചോ? 20 ദശലക്ഷം കോടി രൂപ മുടക്കി കഴിഞ്ഞു. ആരാണ് ജയിച്ചത്? ആ പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 50 വർഷത്തേക്ക് ഈ ലോകത്തുള്ള ആരും സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടായിരുന്നു. എല്ലാവരുടെയും വീട്ടിൽ 3 നേരം ഭക്ഷണം വെറുതെ ലഭിക്കുമായിരുന്നു. ലോകത്താരും. ആരാണ് ജയിച്ചത്? നമ്മുടെ വീട്ടിൽ നാം പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആരാണ് ജയിക്കുന്നത്? ഭാര്യയും ഭർത്താവും കൂടി പണ്ട് കണ്ടത്തിൽ കൂടി നടന്നു പോവുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞു. ഭർത്താവ് പറഞ്ഞു, നല്ല അരുവ വെച്ചാണല്ലോ കൊയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അരുവ വെച്ചല്ല, ഇത് കത്രിക വെച്ചാണ് കൊയ്തിട്ടിരിക്കുന്നത്. ഭർത്താവ് വീണ്ടും പറഞ്ഞു, കത്രിക വെച്ച് ആരും കൊയ്യാറില്ല, എല്ലാ പാടങ്ങളും നല്ല അരുവ വെച്ചാണ് കൊയ്യുന്നത്. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ബോധമില്ല, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, നിങ്ങൾ വിവരദോഷമേ പറയുകയുള്ളൂ, ഇത് കത്രിക വെച്ചാണ് കൊയ്തിട്ടിരിക്കുന്നത്. 3ാമത് ഭർത്താക്കന്മാർ അവരുടെ ശരിയായ മുഖം കാണിച്ചു. എടുത്ത് അങ്ങേപ്പുറത്തെ കുളത്തിലോട്ട് ഒറ്റ ഏറ് കൊടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ചെയ്തത് അബദ്ധമായി പോയല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയാണ്, 2 മിനിറ്റ് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് വെളിവ് വരുന്നത്. എന്നാൽ എടുത്ത് കയറ്റിയേക്കാം എന്ന് കരുതി ചെന്നപ്പോൾ 2 കൈ മുകളിലേക്ക് പൊങ്ങി നിപ്പുണ്ട്. പക്ഷെ ആ കൈ കാണിക്കുന്നത് ഇങ്ങനെയാണ്. കത്രിക തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് യാതൊരു പിന്മാറ്റവുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കരയിലേക്ക് കയറ്റാം. അതുകൊണ്ട് ജീവിതത്തിലെ എടുത്തുചാട്ടങ്ങൾ, ആലോചനയില്ലായ്മകൾ എത്രമാത്രം പശ്ചാത്താപങ്ങളിലേക്കും തീരാത്ത മുറിവുകളിലേക്കുമാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നതെന്ന് നാം ഓർക്കണം. നമ്മുടെ കയ്യിൽ വാളുണ്ടെങ്കിൽ ഈ വചനം നമ്മളോട് പറയുന്നു, നിന്റെ വാൾ ഉറയിലിടുക, അതെടുത്ത് വീശാനുള്ളതല്ല. നിന്റെ നാവ്, അത് വളരെ ഭംഗിയായിട്ട് തമ്പുരാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. കാരണം അത് ഉപ്പുനീരിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലേ? ശരീരത്തിലെ ഒരു അവയവവും ഇങ്ങനെ ഉപ്പുനീരിൽ ഇട്ട് വെച്ചിട്ടില്ല. കാരണം യു ഷുഡ് പ്രൊഡ്യൂസ് സീസൺഡ് വേർഡ്സ്. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ അതിൽ നിന്നും വരാനാണ് അതിങ്ങനെ ഉപ്പുനീരിലിട്ട് വെച്ചിരിക്കുന്നത്, എടുത്ത് വീശാനല്ല. അതങ്ങനെ എടുത്ത് വീശിയാൽ അനേകർക്ക് മുറിവ് വെക്കും. അത് 32 ഗ്രില്ലുകൾക്കിടയിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും അവയവങ്ങളുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഉപ്പുനീറ്റിലിട്ട് 32 ഗ്രില്ലുകൾക്കിടയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. പ്രായം എത്തുന്നതിന് മുമ്പേ അതിൽ ചില ഗ്രില്ലുകൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇതകത്ത് കിടക്കുന്ന ആ നാവിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ജീവിതത്തെ സമചിത്തതയോടെ കാണുക. പത്രോസിന്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
അത് കഴിഞ്ഞ് കർത്താവിനെ വിചാരണയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും കർത്താവിന്റെ പിന്നാലെ ചെന്നു. അവിടെ വാദപ്രതിവാദം നടക്കുന്ന ആ കോടതിയുടെ നടുമുറ്റത്ത് രാത്രി നല്ല തണുപ്പാണ്. പത്രോസ് അകത്ത് കയറി. അപ്പോൾ ഒരു ബാല്യക്കാരത്തി പത്രോസിനോട് ചോദിക്കുകയാണ്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ? നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്ക് പോരുകയാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. കുറെ കൂടി കഴിയുമ്പോൾ നമുക്ക് പള്ളിയിലേക്കൊക്കെ വരുന്നതിന് അല്പം തടസ്സവും ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് വിലക്കുന്നതുമായൊക്കെ ഒരു സമയം. അതൊക്കെ ഇനി പയ്യെ നമുക്ക് ഒന്ന് സങ്കല്പിച്ച് നോക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോരുമ്പോൾ ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, നീയും ആ മനുഷ്യന്റെ കൂട്ടുകാരനാണോ? അതാണ് ഈ വേദഭാഗത്തിന്റെ പ്രസക്തി. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വെക്കണം. നീയും ആ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ? അപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. അല്ല എന്നവൻ പറഞ്ഞു. അതിനകത്തൊരു ദീർഘവും നീട്ടും വിശദീകരണവും ഒന്നുമില്ല. പെട്ടെന്നാണ് മറുപടി. വീണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നു, അന്ന് കുളിർ ആകെ കൊണ്ടും ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ഈ കുളിരിൽ ആളുകൾ തീ കായുന്ന ഇടത്തേക്ക് പോയി നിൽക്കുക നമ്മുടെയും ഒരു സ്വഭാവമാണ്. കാര്യം നമ്മൾ ക്രിസ്ത്യാനികളാണ്. എന്നാൽ ലോകത്തെല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരെക്കാളും മുമ്പേ എനിക്ക് ചെയ്യണം. ലോകത്തേതോ ഭാഗത്ത് അവൻ പോയി കണ്ടതാണ്, ഏതോ രാജ്യത്തെ ഏതോ പ്രത്യേക സ്വഭാവമുള്ള ആളുകൾ കാതിലൊരു കമ്മലിടുന്നു. അതുകൊണ്ട് ഞാനും ഞായറാഴ്ച വരുമ്പോൾ എല്ലാ മക്കളും കാതിൽ കമ്മലിട്ടുകൊണ്ടാണ് ഇപ്പോൾ ആൺമക്കളെല്ലാം വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആരാണ് കാതിൽ കമ്മൽ ഇടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ദേഹം മുഴുവൻ, ദൈവസൃഷ്ടിയായ ശരീരം മുഴുവൻ പച്ച കുത്തുകയാണ്. ഏതോ നാട്ടിൽ ചെന്നപ്പോൾ ഏതോ നാട്ടിലെ പ്രത്യേക ഗോത്ര വിഭാഗങ്ങൾ ചെയ്യുന്നവരാണ്. ഇന്ന് മനോഹരമായ കൈ ഉൾപ്പെടെ, ബലിഷ്ഠമായ കൈ ഉൾപ്പെടെ പച്ച കുത്തിയിരിക്കുകയാണ്. എന്താണ് കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നതിന് ചില അർത്ഥങ്ങളുണ്ട്. ആ ഒരു രൂപം മതി നമ്മുടെ ജീവിതത്തിന്റെ ദിശ തിരിച്ചു വിടുവാൻ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ദുബുക്കുറ്റി ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവന്റെ കൈയുടെ ഇവിടെ പച്ച കുത്തിയിരിക്കുകയാണ്. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ കുത്തിയിരിക്കുന്നതിന്റെ അർത്ഥം? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, കപ്പലിലെ വടക്കു നോക്കി യന്ത്രത്തിന്റെ ദിശാസൂചിയാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല. അവനെ വഴക്ക് പറഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച അവൻ ദൂക്കുറ്റി എടുക്കാൻ വരത്തില്ല, ഒന്നും എടുക്കാൻ വരത്തില്ല. അപ്പോൾ പുതുതലമുറ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. നാമും ക്രിസ്ത്യാനികളായി നിലനിൽക്കുന്നു. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ലോകം ക്രിസ്ത്യാനിയുടെ വഴിയിലാണ് വരേണ്ടത്. അതിനാണ് ഈ സുവിശേഷം. അല്ലാതെ ക്രിസ്ത്യാനി ലോകത്തിന്റെ വഴിയിലല്ല പോകേണ്ടത്. ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ചത്തമീനല്ല ക്രിസ്ത്യാനി. ഒഴുക്കിനെതിരെ നീങ്ങുന്ന ജീവനുള്ള പിടയ്ക്കുന്ന മത്സ്യമാണ് ക്രിസ്ത്യാനി. ഇവിടെ പടയാളികൾ തീ കായാനിരിക്കുകയാണ്. എന്നാ പിന്നെ അങ്ങോട്ടൊന്ന് കയറിയേക്കാം. പള്ളിയിലോട്ട് ഇറങ്ങിയതാണ്, അന്നേരമാണ് പറയുന്നവർ അങ്ങോട്ട് പോകുന്നത്. എന്നാ പിന്നെ അങ്ങോട്ട് പോയേക്കാം. ആ പോകുന്ന വഴിക്കില്ലേ. അന്ന് കുളിറാകെ കൊണ്ട് നമുക്കും അതാണ് പ്രശ്നം. നമുക്കെന്നും കുളിരാ. കുളിര് കാരണം നമുക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. കുളിര് കാരണം നമുക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. കുളിര് കാരണം നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. ഈ പടയാളികൾക്കും അതാണ്, അവർക്ക് കുളിരാണ്. അങ്ങനെ കുളിരിൽ തീ കായുന്നവരുടെ അടുത്തേക്ക് പത്രോസും പോയിരിക്കുകയാണ്. അന്ന് കുളിരാകെ കൊണ്ട് എന്ന് പ്രത്യേകമായിട്ട് അവിടെ എഴുതി. വീണ്ടും കാണുന്നു, ശീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്നവൻ മറുത്തു പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അപ്പോൾ കോഴി 3-ാം പ്രാവശ്യവും കൂകി എന്നാണ് പറയുന്നത്.
ആ ജീവിത പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയത് കൊണ്ടാണ് പത്രോസിന് പഴയ പണിയിലേക്ക് മടങ്ങി പോകേണ്ടി വന്നത്. ഉപേക്ഷിച്ച വള്ളം തോട്ടരികെ കെട്ടിയിട്ടു, അത് അഴിച്ചു വിട്ടില്ല. അത് അഴിച്ചു വിടണമായിരുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലും അനേക കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് ജനുവരി ഒന്നൊക്കെ വരുമ്പോൾ ഒരു പുതിയ ഡയറിയും ഒരു പുതിയ പേനയും ഒരു മേശമേൽ ഒരു ഉരുപ്പും തീരുമാനമെടുത്തും, പക്ഷേ ഒരു കെട്ടവിടെ ഇട്ടിട്ടുണ്ട്, അഴിച്ചു വിടുന്നില്ല. ഇതിനെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാക്കി ഒഴിവാക്കി മുമ്പോട്ട് പോകുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിരത. എന്താണ് ഈ സ്ഥിരത നമുക്ക് നൽകുന്ന ഘടകം? അതാണ് അടുത്ത ചോദ്യം. എന്താണ് നമുക്ക് ഈ സ്ഥിരത നൽകുന്നത്? ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. അപ്പോൾ ആത്മാവുള്ളവന് മാത്രമേ ആത്മീയനാകുവാനും ആത്മീയാവുവാനും ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും സാധിക്കത്തുള്ളൂ. പരിശുദ്ധ റൂഹ, വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് 3000 പേരോട് സംസാരിക്കുകയാണ്. തീ കാഞ്ഞ പത്രോസ്, വാളെടുത്ത പത്രോസ്, വള്ളത്തോട്ടരികിൽ കെട്ടിയിട്ട പത്രോസ്. ഇതാ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ 3000-ൽ പരം ആളുകളോട് അവരവരുടെ ഭാഷയിൽ മനസ്സിലാകത്തക്ക നിലയിൽ ആത്മനിറവിൽ സംസാരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ പോകുന്നു എന്നതിലോ നമ്മൾ വചനം വായിക്കുന്നു എന്നതിലോ അല്ല കാര്യം. ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇത് നടുവാനുള്ള ഞാറ്റുവേലക്കാലമാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നടണം, ഉൾനട്ടതുമായ വചനം. ഇന്ന് കിളുത്തു, കാലത്ത് എന്ത് നട്ടാലും കിളുക്കും. ആ കിളുക്കുന്നതിനെ വാടിപ്പോകാതെ പരിപോഷിപ്പിക്കണം. നല്ല വേനലാണെങ്കിൽ 2 വാഴയുടെ പോളയൊക്കെ കൊണ്ട് അതിന് ചുറ്റും കൊണ്ട് കെട്ടിവെക്കണം. അതാണ് നോമ്പ്. വാഴപ്പോള കൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം. അതാണ് കുമ്പസാരം. ഇടയ്ക്ക് ഇച്ചിരി വളം ഇട്ട് കൊടുക്കണം. വിശുദ്ധ കുർബാനാനുഭവം. അവർ കൃഷി മനസ്സോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തണം. ആശ്വാസപ്രദനായിട്ട് അത് നമ്മളെ തണുപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ പെട്ടകം. നോഹ പൊരിവെയിലത്ത് പെട്ടകം ഉണ്ടാക്കുകയാണ്. എല്ലാവരും നോഹയെ പഴിക്കുകയാണ്. പൊരിവെയിലത്ത് പെട്ടകം ഉണ്ടാക്കുന്നു. ഒരു മഴയും ഇല്ലാത്തപ്പോൾ കയറിപ്പോകാൻ പെട്ടകം നിർമ്മിക്കുകയാണ്. പക്ഷേ ആ പരിഹാസത്തിനിടയിലും നോഹ പെട്ടകം നിർമ്മിച്ചു. ആദ്യമായി ഒരു മഴത്തുള്ളി ഭൂമിയിലേക്ക് വീണു. അടയാളം. ജീവജാലങ്ങളെല്ലാം പെട്ടകത്തിനകത്ത് കയറ്റി. ആണും പെണ്ണുമായി ഈ 2ആയിട്ട് കയറ്റി. വീണ്ടും നാം കാണുന്നു, യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. നമ്മുടെ വീടിന്റെ വാതിലാരാണ് അടയ്ക്കുന്നത്? മാതാവും പിതാവും ഭവനത്തിലെ നോഹയാണെങ്കിൽ നമ്മുടെ ഭവനമാകുന്ന പെട്ടകത്തിന്റെ വാതിൽ ആരാണ് അടയ്ക്കുന്നത്? യഹോവ ആ പെട്ടകത്തിന്റെ വാതിലടച്ചു എന്നതായിരുന്നു അതിന്റെ രക്ഷ. 40 രാവും 40 പകലും നീണ്ടു നിൽക്കുന്ന അതിഭീകരമായ മഴ. ഭൂമിയിൽ വലിയ പ്രളയമുണ്ടായി. 40 ദിവസം പ്രളയമുണ്ടായി. ആ പ്രളയത്തിന്റെ പ്രത്യേകത നാം ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ 2-3 ഘടകങ്ങളുണ്ട്. എന്താണ് പ്രളയം? പ്രളയം എന്നാൽ കയോസാണ്, കലക്കമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വി ലോസ്റ്റ് അവർ നാവിഗേഷൻ. നാവിഗേഷൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും? നാവിഗേഷൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇങ്ങനെ അലഞ്ഞു നടക്കും. ഈ കാലത്തെ പ്രത്യേകത അതാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ദിശാസൂചി തെറ്റിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലേക്കും അവന്റെ വചനത്തിലേക്കും നീണ്ടു നിൽക്കുന്ന ആ ദിശാസൂചി തെറ്റിയിരിക്കുന്നു. മുമ്പ് കണ്ട നമ്മുടെ ആ പയ്യൻ, അവന്റെ കയ്യിൽ ആ ദിശാസൂചി പച്ച കുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലതുണ്ടോ? യഹോവ വാതിലടച്ചു, പ്രളയമുണ്ടായി, ദിശാസൂചി തെറ്റിപ്പോയി. മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ.
ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആകാശത്തിന് കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. ആ പ്രളയത്തിന്റെ ആഴമാണ്. പ്രളയം വരുമ്പോൾ സാധാരണ വഴികളും ഇടത്തൊണ്ടുകളും ഒക്കെയാണ് മൂടുന്നത്. ഇവിടെ പറയുകയാണ്, ആകാശത്തിന് കീഴിലുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പലപ്പോഴും നമ്മള് ലോകത്തിൽ വലുതെന്ന് വിചാരിക്കുന്ന പലതും നമ്മുടെ കൺമുമ്പിൽ മൂടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊരു കൊള്ളാമല്ലോ, നല്ല ഭംഗിയായിരിക്കുന്നല്ലോ, വലിയ പർവ്വതമാണല്ലോ അല്ലേ. ചിലർ ധനം കാണുമ്പോൾ, ചില അധികാരം കാണുമ്പോൾ, ഇപ്പോൾ എണ്ണ സമ്പത്ത് കാണുമ്പോൾ, ഗൾഫ് മേഖലകളിൽ എണ്ണ സമ്പത്തുണ്ട്. 15,000 ഷിപ്പുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുവെന്നാണ്. കുപ്പിക്കെഴുത്ത് പോലുള്ള ഒരു സ്ഥലത്തൂടെ ഇറങ്ങിപ്പോരണം, പറ്റുന്നില്ല. സമ്പത്ത് അവിടെയുണ്ട്, വാങ്ങാൻ ഇവിടെ പണവുമുണ്ട്, ഇറങ്ങിപ്പോരാൻ ഇടമില്ല. പല കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അത് തന്നെയാണ്. അവിടെയും റെഡിയാണ്, ഇവിടെയും റെഡിയാണ്, പക്ഷെ ചേരുന്നില്ല. ഉയർന്ന പല പർവ്വതങ്ങളും മൂടിപ്പോയി. പ്രളയത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ ഇഴജാതിയും നിലത്തിഴയുന്നതും കാട്ടുമൃഗങ്ങളുമായി ഭൂചര ജഡത്തിലുള്ള സകല മനുഷ്യരും ചത്തുപോയി. ആകാശത്തിലെ പറവകളും ചത്തുപോയി. പ്രളയത്തിന്റെ ഭീകരതയാണ്. പ്രളയം വന്നാൽ സാധാരണ നിലത്ത് നടക്കുന്ന പശുവാടുമൊക്കെയാണ് ചാകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു, ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന പക്ഷികളും ചത്തുപോയി. അപ്പോൾ പ്രളയജലം ആകാശത്തോളം തൊട്ടു. പക്ഷികൾക്ക് അതിനു മുകളിൽ പറക്കുവാനാവാതെയായി, അത് മുങ്ങിപ്പോയി. അതാണ് പ്രളയത്തിന്റെ ശക്തി. മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഉൽപ്പത്തി 7 എഴുതിയിരിക്കുകയാണ്, സകല ജീവജാലങ്ങളും നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. ഹോളി റെമനന്റ്, തിരിശേഷിപ്പ്. പെട്ടകത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. ഈ സഭ ഒരു പെട്ടകമാണ്. ഈ ദേവാലയം ഇപ്പോൾ ഈ പെട്ടകമാണ്. എല്ലാവിധ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും, കലക്കങ്ങളിൽ നിന്നും, ഭീതിയിൽ നിന്നും ഈ പെട്ടകത്തിലുള്ളവർ രക്ഷപ്പെടും. അതിനാണ് ഓരോ ആഴ്ചയും നമ്മൾ ഈ വചനത്തിനായിട്ട് ഇങ്ങോട്ട് ഓടി വരുന്നത്. ഓരോ ആഴ്ചയും ആരാധനയ്ക്കായിട്ട് ഓടി വരുന്നത്. പ്രളയം അവശേഷിപ്പിക്കുന്നത് ജീർണതയാണ്. ഈ ചത്തതെല്ലാം അഴുകും, അഴുകിയതെല്ലാം ദുർഗന്ധമുണ്ടാകും, ജീർണത. എന്നാൽ ശേഷിപ്പ് അവശേഷിക്കുകയാണ്. 8-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. രക്ഷിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മളും രക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ഓർക്കണമേ. വിശുദ്ധ കുർബാനയിൽ അതാണ്, ഓർമ്മയാണ്. പിതാക്കന്മാർ, മാതാക്കൾ, വാങ്ങിപ്പോയവർ, ജീവനോടെ ഇരിക്കുന്നവർ, പുരോഹിതന്റെ മാതാപിതാക്കൾ, ദേവാലയം പണിയിൽ സഹകരിച്ചിട്ടുള്ളവർ, തുയബോ സമയത്ത് ഈ ഓർമ്മകളുടെ വലിയൊരു ശൃംഖല ഇങ്ങനെ വരികയാണ്. വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച ദീർഘമായ ഒരു പ്രമ്യൂസത്രയുണ്ട്. ആദം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ ഇങ്ങനെ ഓർമ്മകളുടെ ഒരു ചങ്ങലയാണ്. കടമിനിട്ട കവി പാടിയിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. നാമായിട്ട് വലിയൊരു പ്രഭാഷകനായി തീരുന്നില്ല, നാമായി വലിയൊരു എഞ്ചിനീയർ ആകുന്നില്ല, നമ്മളായിട്ട് വലിയൊരു കളക്ടർ ആകുന്നില്ല, നാമായി വലിയൊരു ധനികനുമാകുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ എൻ്റെ മാതാപിതാക്കളുടെ സംഭാഷണ ശൈലിയുണ്ട്, ഞാൻ കേട്ടുപഠിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു ബ്യൂറോക്രാറ്റ്, ഒരു കലക്ടർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ ഒപ്പിന് പിന്നിൽ അയാളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ സ്വാധീനങ്ങളുണ്ട്. ഒരു ഭരണകർത്താവ് നടപടിയെടുക്കുമ്പോൾ അതിന് പിന്നിൽ സ്വാധീനങ്ങളുണ്ട്. ദൈവവും ഓർക്കുകയാണ്. നോഹയെയും പെട്ടകത്തിലുള്ള സകലതിനെയും യഹോവയാം ദൈവം ഓർത്തു. ഭൂമിയിൽ കാറ്റടിപ്പിച്ചു, വെള്ളം നിന്നു,
ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. വെള്ളം പൊങ്ങാൻ അതായിരുന്നു കാരണം കേട്ടോ. ആകാശത്തിന്റെ കിളിവാതിൽ മാത്രം തുറന്നായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ആഴിയുടെ ഉറവുകളും കൂടി തുറന്നു വെച്ചായിരുന്നു പരിപാടി. അതെല്ലാം നിന്നു. പെയ്ത വേഗതയിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നു. നോഹയുടെ പെട്ടകം അതങ്ങനെ ദിശയിലൂടെ നീങ്ങി. ദിശ തെറ്റി നീങ്ങിയ പെട്ടകം it took its navigation, അതിന്റെ നാവിഗേഷൻ തിരികെ എടുത്തു. അത് വിശ്വാസത്തിന്റെ ആറാറാത്തിൽ ഉറച്ചു. അവിടെയാണ് നമ്മുടെ കുടുംബങ്ങളുടെ വലിയൊരു പ്രത്യാശ. എൻ്റെ കുടുംബജീവിതം, എൻ്റെ വ്യക്തി ജീവിതം, ദാമ്പത്യ ജീവിതം, കർമ്മമേഖലകളിൽ എത്രമാത്രം അനിശ്ചിതത്വമുണ്ടെങ്കിലും, എത്രമാത്രം ജീർണതയിലൂടെയും ഇല്ലായ്മകളിലൂടെയും ഇല്ലാതാക്കലുകളിലൂടെയുമാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ പെട്ടകത്തിന്റെ വാതിൽ അടച്ചിരിക്കുന്ന ഒരാളുണ്ട്, യഹോവയാം ദൈവം. അവൻ അടച്ച വാതിലുള്ള പെട്ടകമാണ്, അവൻ മുദ്ര വെച്ചിരിക്കുന്നതാണ്, അതിൽ വെള്ളം കയറില്ല. അതെവിടെ ഉറയ്ക്കും? വിശ്വാസത്തിന്റെ ആറാറാത്തിൽ ഉറയ്ക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രത്യാശയും പ്രാർത്ഥനയും അതായിരിക്കണം. പാറക്കെട്ടിൽ ഉറച്ച വീട്, വിശ്വാസത്തിന്റെ ആറാറാത്തിൽ ഉറച്ച വീട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, 6-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? എല്ലാരും കർത്താവേ വിളിയാണ്. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്ത്? എന്റെ സുവിശേഷം എന്താ നിങ്ങൾ അനുസരിക്കാത്തത്? അത് ലഘുവല്ലേ? മനുഷ്യന് ചെയ്യാൻ മേലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇത്രമാത്രം ലഘുവായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു മതഗ്രന്ഥം ഏതാ ഉള്ളത്? ഇത്രമാത്രം വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു മതഗ്രന്ഥം ഏതാ ഉള്ളത്? കർത്താവ് തന്നെ പറയുകയാണ്, എന്റെ ചുമട് ലഘുവാണ്, എന്റെ ഭാരം ചെറുതാണ്, അത് നിങ്ങൾക്ക് എടുക്കാം. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന്റെ ആറാറാത്തിൽ ഉറച്ച ഒരു കുടുംബജീവിതം, വിശ്വാസത്തിന്റെ പാറക്കെട്ടിൽ ഉറച്ച ഒരു കുടുംബജീവിതം നമുക്ക് ആവശ്യമാണ്. അതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. കർത്താവ് വീണ്ടും പറയുകയാണ്, എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് ചൊല്ലുൻ. ഇപ്പൊ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേൾക്കുന്നവൻ, അത് നിങ്ങളാ. അവരെ ഒരു ഉദാഹരണത്തിലൂടെ കർത്താവ് പറയുകയാണ്, ആരെന്ന് ഞാൻ കാണിച്ചു തരാം. ആരാണ്? ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. അവൻ വിശ്വാസത്തിന്റെ ആറാറാത്തിൽ, ആറാറാത്ത് എന്ന പാറക്കെട്ടിൽ വീട് പണിയുന്നവനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ ഒരു സൂചനയാണ് നാം കാണുന്നത്. ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിയുന്നവൻ. നല്ല അടിസ്ഥാനം ഇടണം. വചനം വായിക്കുന്നവരങ്ങനെയാണ്. രണ്ടു നേരവും നമ്മുടെ ഭവനങ്ങളിൽ വചനം വായിക്കപ്പെടണം. കുഞ്ഞുങ്ങളെ ചേർത്തിരുത്തി മാതാപിതാക്കൾ വചനം വായിക്കുകയും അവർ വചനം വായിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വചനം വായിക്കുന്ന ആ ശബ്ദം കൊണ്ട് സന്ധിയിൽ നമ്മുടെ ഭവനം നിറയണം. ആ വചനത്തിന്റെ പ്രതിധ്വനികൾ നമ്മുടെ വീടിന്റെ ചുമരിന്മേൽ പറ്റിപ്പിടിച്ചിരിക്കണം. അങ്ങനെ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഒരു ഭവനത്തിൽ ശാപവാക്കുകൾ ഉണ്ടാകരുത്, ചീത്തവാക്കുകൾ ഉണ്ടാകരുത്. അതാ ഭവനത്തിന്റെ ദിശാസൂചിയെ തട്ടിമാറ്റിക്കളയും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ശബ്ദത്താൽ നമ്മുടെ ഭവനങ്ങൾ വചനത്താൽ നിറയേണ്ടുന്ന ഒരു കാലം കൂടിയാണ്. നമ്മളെല്ലാവരും വലിയ വേദപുസ്തകം വായനക്കാരാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 10-15 വാക്യമെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ചേർത്തിരുത്തി വായിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം. നമ്മുടെയൊക്കെ വീടിന് കല്ലിടുന്ന സമയത്ത് കല്ലിനകത്ത് നമ്മളൊരു കാര്യം വെക്കും. എന്താണ് വെക്കുന്നത്? ഒരു കുരിശ് അല്ലേ? അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്രിസ്ത്യൻസൊക്കെ വീട് വാങ്ങുന്നെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ വീട് തന്നെ വാങ്ങും. കാരണം എന്താണ്? അതിനടിയിലൊരു വീടിൻ്റെ ഭംഗിയല്ല, അതിനടിയിലൊരു കുരിശിരിപ്പുണ്ട്. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഴത്തിലടിസ്ഥാനമിട്ട് പാറമേൽ പണിയുന്ന വീട്.
വെള്ളപ്പൊക്കമുണ്ടായി. നോഹയുടെ കാലത്തെ പ്രളയം നമ്മൾ ഓർക്കണം. ഇതിന്റെ ഒരു മുൻകുറിയാണത്. നോഹയുടെ കാലത്തെ പ്രളയം നിഴലാണ്. സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ പ്രളയം അതിന്റെ പൊരുളാണ്. അങ്ങനെ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. പ്രളയമുണ്ടായി. എന്ത് സംഭവിച്ചു? ഒഴുക്ക് വീടിന്മേൽ അടിച്ചു. എന്നാൽ അത് നന്നായി പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. നമ്മുടെ വീടുകളിന്മേൽ ഇന്ന് എന്തെല്ലാം ഒഴുക്കുകളാണ് അടിക്കുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒഴുക്ക്, രഹസ്യമായ ആസക്തികളുടെയും ലഹരികളുടെയും ഒഴുക്ക്, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ പശിമ, ആ ദൃഢത നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഒഴുക്ക്, ഈ ഒഴുക്കുകളെല്ലാം ആ വീടിന്റെ അമരത്ത് നിന്ന് തിരിച്ചറിയുന്ന മാതാപിതാക്കളായി നമുക്ക് മാറണമെങ്കിൽ, ദിശാസൂചി കയ്യിലുള്ള മാതാപിതാക്കളായി മാറണമെങ്കിൽ ഈ വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ സഭയുടെ ആരാധനയും നോമ്പുനുഷ്ഠാനങ്ങളും കൗദാശിക അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ ഒഴുക്കുകളെ നമ്മൾ എങ്ങനെ അറിയും? സുവിശേഷത്തിൽ പറയുന്നു, ഒഴുക്ക് വീടിന്മേൽ അടിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒഴുക്ക്. പണ്ടുകാലങ്ങളിൽ ഒരു ഭവനത്തിലേക്ക് ഒരാൾ മദ്യപിച്ചു വന്നാൽ ഈ മദ്യത്തിന്റെ ഗന്ധം കൊണ്ടത് തിരിച്ചറിയാമായിരുന്നു. കുഞ്ഞുങ്ങൾ സിഗരറ്റ് വലിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ആ ഗന്ധം അറിയാമായിരുന്നു. അമ്മമാര് ചോദിക്കും, നീ വലിച്ചിട്ടുണ്ടോ? ഇന്ന് മണമില്ല, ഇന്ന് ഗുണമാണ്. ഇന്ന് എന്തുമാത്രം ലഹരി ഉപയോഗിച്ചാലും അതിന് ഗന്ധമില്ല. രാസലഹരികൾ. നാം അറിയാതെ അനേക കുഞ്ഞുങ്ങൾ അതിലേക്ക് വഴുതി വീഴുന്നുണ്ട്. പാറമേൽ പണിതിരിക്കുന്ന ഒരു ഭവനത്തിലെ മാതാപിതാക്കൾ അത് അറിയണം. കുഞ്ഞുങ്ങളെ ശല്യപ്പെടുത്തുകയല്ല, അവരെ ഉപദേശിച്ച് ഇറിറ്റേറ്റ് ചെയ്യുകയല്ല, അവരുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ഇതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒഴുക്ക് അടിക്കുകയാണ് മുൻകാലങ്ങളെക്കാൾ. മുൻകാലത്തൊക്കെ ചെറിയ ഒഴുക്കൊക്കെ ഉള്ളൂ, ഇപ്പം അനേക ഒഴുക്കുകളാണ്. രഹസ്യമായ ലഹരികളുടെ ഒഴുക്കുകൾ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നടക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിലെ ഗതിമാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പണ്ട് ഞാൻ ശുശ്രൂഷിച്ചിരുന്ന ഒരു പള്ളിയിലെ ശുശ്രൂഷക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ഛൻ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ്? അവൻ ഈയിടെയായിട്ടൊരു വികല്പം എന്നാണ് ഞാൻ പ്രത്യേക പദം ശ്രദ്ധിക്കുന്നത്. അവൻ ഈയിടെയായിട്ടൊരു വികല്പം അവൻ്റെ സംസാരത്തിലും അവൻ്റെ ഇടപെടലുകളിലുമല്ല. അവൻ അങ്ങനെ ആയിരുന്നില്ല. അതാർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? കൂടെ നടക്കുന്ന മാതാപിതാക്കൾക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക്, അവരുടെ മിഴികളിലേക്ക് നോക്കി ജീവിക്കുന്ന മാതാപിതാക്കൾക്ക്. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് മാത്രമല്ല, അവന്റെ ഭക്തി വളരുന്നുണ്ടോ. എല്ലാവരും കൈയും കാലും വളരുന്നുണ്ടോന്നാണ് നോക്കുന്നത്. ചില മാതാപിതാക്കൾ അങ്ങനെ അവകാശവാദം ഉന്നയിക്കും, നിന്റെ കൈ വളരുന്നുണ്ടോ, നിന്റെ കാല് വളരുന്നുണ്ടോ. ഇവൻ 2 അധ്യായം വേദപുസ്തകം വായിക്കുവാൻ തിരക്കിയില്ല. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ എഴുതേക്കവും തിരക്കുന്നില്ല. ഇത് രണ്ടും വളർന്നാ മതിയോ? അത് വളരുന്നതിനോടൊപ്പം അവനിലെ ഭക്തി, ദൈവമാർഗത്തിലുള്ള അവന്റെ സഞ്ചാരം, അവന്റെ ദിശാസൂചി വളരണം. അപ്പോൾ ഈ രഹസ്യമായ ലഹരികളുടെ ഒഴുക്ക് നമ്മുടെ വീടുകളിന്മേൽ അടിക്കുന്നുണ്ട്. ഒഴുക്ക് വീടിന്മേൽ അടിച്ചു. ലൂക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ്. വീണ്ടും എന്താണ്? ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ ദൃഢതയും പശിമയും നഷ്ടപ്പെട്ടു പോകുന്നു. പലരും ഇന്ന് ഭവനങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഡിവോഴ്സ് ആയാൽ നാട്ടുകാരെല്ലാം പറയും, അതുകൊണ്ട് ഞങ്ങളങ്ങ് ജീവിച്ചേക്കാം. എന്താണ്? 30-40 വർഷമൊക്കെ ചെല്ലുമ്പോൾ ആ സംസാരങ്ങളിലെ ഫ്രീക്വൻസി പോലും കുറയുന്നു. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ സംസാരിച്ച് രാത്രി മുഴുവനൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ മുമ്പോട്ട് ചെല്ലുന്തോറും മൂളലായി. ആ കാപ്പി വേണോ? ആ ചോറ് വേണോ? എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു മൂളനിനപ്പുറം ഒന്നുമില്ലാത്തതായി. ബന്ധങ്ങളിൽ വലിയ ശീതാവസ്ഥകൾ കടന്നു വന്നു. വീട്ടിന്റെ ഉള്ളിലെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ കൈയിട്ടതുപോലെ തണുത്തു മരച്ച ദാമ്പത്യ ജീവിതങ്ങൾ. ഫ്രീസറിന്റെ ഉള്ളിൽ കൈയിട്ടാൽ ഇങ്ങനെ ഇരിക്കും. യാതൊരു ചൂടുമില്ലാത്ത വിവാഹ ബന്ധങ്ങൾ 30-40 വർഷമൊക്കെ കടന്നു പോകുമ്പോൾ
പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ്. കഴിഞ്ഞ വർഷം സഭാകേന്ദ്രത്തിൽ വന്ന ഡിവോഴ്സുകളുടെ എണ്ണം ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, 367. ഇപ്പോഴത്തെ പിള്ളേർ പെട്ടെന്നാണ് അവരുടെ കാര്യങ്ങൾ. മറ്റേത് 40-50 വർഷമൊക്കെയാണ്. എന്നിട്ട് അവരിങ്ങനെ ഏങ്ങി നിൽക്കും. ഇത് ഒരു വർഷത്തിലാണ് 367 ഡിവോഴ്സ് സഭാകേന്ദ്രത്തിൽ വന്നത്. ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് ഉള്ളത്? എന്തോ എത്ര ദിവസം? 367 വന്നു. ദിവസം 1.25 വെച്ച്. വിവാഹത്തിന് 4 മെത്രാപ്പോലിത്തന്മാർ, ഒന്നല്ല, പള്ളിയിലെ അച്ഛനും അല്ല, 4 മെത്രാപ്പോലിത്തന്മാർ. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഗായക സംഘം, മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കേറ്ററിംഗ് സർവീസ്, എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പാപ്പന്റെ പിള്ളേരുടെ കൂടെ ഹോളിനകത്തൊരു ഡാൻസും. ഒരു കുഴപ്പം പറ്റി. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് 4 ദിവസം വീട്ടിൽ നിന്നില്ല, അതിൽ തോറ്റുപോയി. ബാക്കിയെല്ലാം വൻ പരിപാടിയായിരുന്നു. ഒഴുക്ക് വീടിന്മേലടിച്ചു. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഭാര്യാഭർത്തൃബന്ധത്തിലെ ദൃഢതയും പശിമയും നഷ്ടപ്പെട്ടു പോകുന്നു. രഹസ്യമായ ലഹരികൾ. ഈ പ്രതിസന്ധികളെല്ലാം, ഈ ഒഴുക്കുകളെല്ലാം നമ്മൾ അതിജീവിക്കണം. മൂന്നാമതായിട്ട് വേറൊഴുക്ക് വീടുകളിന്മേൽ അടിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒഴുക്കാണ്. ഓരോ ഭവനാംഗങ്ങളും അവരവരുടെ സ്ക്രീനുകൾക്ക് മുമ്പിലാണ്. വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ അധികമായി അവർ ഇന്ന് സ്ക്രീനുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ കുടുംബജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നങ്ങോട്ട് ധ്യാനം കഴിയുമ്പോൾ ചെന്ന് ഇതെല്ലാം കൂടെ നിർത്താനല്ല ഞാൻ പറയുന്നത്. പക്ഷേ വി ഷുഡ് കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. നമ്മളിതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം. എന്നിട്ട് നാം തന്നെ പ്രാർത്ഥിക്കണം, എങ്ങനെ എൻ്റെ ഭവനത്തിൽ നേരിട്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളെ ഞാൻ അതിജീവിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു സത്യം ഞാൻ ഇപ്പം തന്നെ നിങ്ങളോടങ്ങ് പറഞ്ഞേക്കാം. നീ അതിൽ ഒന്നാം കക്ഷിയാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും പ്രധാന പ്രതി ഞാനാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എടുക്കേണ്ടുന്ന പിൻവാങ്ങലുകൾ, സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങനെ വിവേചനപൂർവ്വം അത് ഉപയോഗിക്കാം. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സംസാരക്കുറവാണെങ്കിൽ എങ്ങനെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് സംസാരിക്കാം. ലഹരികളാണെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ നിൽക്കും. അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു മാതാവ്, പിതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്ന് നിനക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നോടുള്ള അരുളപ്പാട് എന്താണ്? അതാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്വം. കുറെ അറിവ് സമ്പാദിക്കുകയല്ല. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരാ പറഞ്ഞത്? മഹാജ്ഞാനി. ലോകത്തിൽ ഇത്രയും ജ്ഞാനമുള്ള മനുഷ്യനുണ്ടായിരുന്നു. അത് പറഞ്ഞ മനുഷ്യനോളം, ശലോമോനോളം ജ്ഞാനമാണ് എന്നല്ല പറയുന്നത്, അല്ലേ? യഹോവ ഭക്തി. ആ ഭക്തിയിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് നൽകേണ്ടത് ഒരു 6 വയസ്സിനൊക്കെ മുമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പോയി. 6 വയസ്സിനൊക്കെ മുമ്പ് നൽകിയിടുന്ന ആ വലിയ ദൈവാനുഭവത്തെ നമ്മൾ നൽകണം. ഒഴുക്ക് വീടിന്മേൽ അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. അതാണ് പാറമേൽ പണിത വീടിന്റെ പ്രത്യേകത. അത് നന്നായി പണിതിരിക്കൊണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയാൽ നന്നായി പണിയണം, വചനത്താൽ നന്നായി പണിയണം, നോമ്പുപവാസങ്ങളാൽ നന്നായി പണിയണം. അതുകൊണ്ടാണ് അത് രാവിലെ എഴുന്നേൽക്കുന്ന മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അത് നിന്നു, അത് ഇളകിപ്പോയില്ല. ചുറ്റുപാടുമുള്ളവർ അത്ഭുതത്തോടെ അതിനെ നോക്കി. ദൈവമേ, ഇത്രയും ഒഴുക്കുകൾ അടിച്ചിട്ടും ആ ഭവനം അതാ പാറമേലിങ്ങനെ നിലനിൽക്കുകയാണ്. ആറാറാത്തെന്ന് പറയുന്ന കൽക്കട്ടിൽ ഉറച്ച പെട്ടകം പോലെ അതൊരു നിഴലാണ്. ഇത് പൊരുളും നിലനിൽക്കുകയാണ്. മറ്റൊരു വീടിനെ കുറിച്ച് പറയുന്നു. കേട്ടിട്ട് ചെയ്യാത്തവനോ, എന്ത് കേട്ടിട്ട്? വചനം കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. എല്ലാം വളരെ കേമമായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗായക സംഘം, ബഹളങ്ങൾ, കേറ്ററിംഗ് സർവീസ് എല്ലാം കേമമായിരുന്നില്ലേ? എല്ലാം കേട്ടിട്ട് ചെയ്യാതെ അടിസ്ഥാനം വിട്ട് മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. അവിടെ വീണ്ടും ലൂക്കോസ് എവൻഗലിസ്റ്റിൽ എഴുതുന്നു, ഒഴുക്ക് അടിച്ച് ഉടനെ അത് വീണു. ഈ പറഞ്ഞ ഒഴുക്കെല്ലാം ഈ വീടിന്മേലും അടിച്ചു.
എന്താണ് സംഭവിച്ചത്? ഒഴുക്കടിച്ച് ഉടനെ അത് വീണു. അതുകൊണ്ട് സുവിശേഷകൻ നിർത്തുന്നില്ല. അത് വീണു. ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. ചുറ്റുമുള്ള ആളുകൾ നോക്കുമ്പോഴോ ഇത്രയും വലിയ പ്രാർത്ഥനയുള്ള ഭവനമോ, ആ അപ്പച്ചന്റെ കൊച്ചുമക്കളോ, ആ അപ്പച്ചൻ എല്ലാ ഞായറാഴ്ചയും പള്ളി വരുമായിരുന്നല്ലോ, ഇവരോ, അവരാണല്ലോ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത്, ഇവരോ അവരാണല്ലോ ടൈലും കുടിമരോ എല്ലാം കൊടുത്തത്. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു യാഥാർത്ഥ്യമാണത്. നോഹയുടെ പെട്ടകം അത് യഹോവ അടച്ചു, യഹോവ തുറന്നു. അത് വിശ്വാസമാകുന്ന ആറാറാത്തുന്ന പാറക്കെട്ടിന്മേൽ ഉറച്ചു. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നോഹയും കൂട്ടരും ചെയ്ത കാര്യം എന്താണ്? യാഗപീഠം പണിതു. അതാണ് ഓരോ ഞായറാഴ്ചയിലെ ആരാധനയും നമ്മളെ നയിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി നീങ്ങണമെങ്കിൽ ആരാധന വേണം. ഇത്രയും നാളും നീങ്ങാൻ വെള്ളം ഉണ്ടായിരുന്നു, ഇനി നീങ്ങണമെങ്കിൽ എന്ത് വേണം? ആരാധന വേണം. എല്ലാ കാലവും നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം കൊണ്ട് നമുക്ക് നീങ്ങാമെന്ന് വിചാരിക്കേണ്ട, ചിലപ്പോൾ അത് ഉറച്ചു പോകും. എല്ലാ കാലവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബന്ധുബലവും നമുക്ക് കൂട്ടുവരികയില്ല, അത് തീർന്നു പോകും. ആരാധന എന്ന ദിശാസൂചിക നമ്മളെ മുമ്പോട്ട് ഓരോ ഞായറാഴ്ചയിലും നയിക്കുകയാണല്ലേ. അതുകൊണ്ട് ഈ വചനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. ശിഷ്യന്മാർ അവരുടെ ജീവിതത്തെ തന്നെ കർത്താവിന് കൊടുത്തു. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു, അവർക്ക് വലിയ ധനയോഗ്യതകളില്ലായിരുന്നു, പക്ഷെ ജീവിതത്തെ കൊടുത്തു. ഈയിടെ ഡോക്ടർ സലീം അലിയുടെ ഒരു പ്രഭാഷണങ്ങളുടെ ഒരു പുസ്തകം വായിക്കായിരുന്നു. ആരായിരുന്നു ഡോക്ടർ സലീം അലി? ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു. വളരെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു. അദ്ദേഹം പക്ഷികളെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം ഈ ആറ്റക്കുരുവി, ആറ്റുതീരത്തൊക്കെ കാണുന്ന ഒരു കുരുവിയാണ്, ഈ ചെറിയ കുരുവിയാണ്. അതിൻ്റെ കൂട് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് ഈ പാമ്പിൻ പിടുത്തക്കാരുടെ കയ്യിലിരിക്കുന്ന മകുടി പോലെ ഇരിക്കും. ഇങ്ങനെ ഇങ്ങോട്ട് നീണ്ടു വന്നിട്ട് ഇവിടെ വീർത്ത് വീണ്ടും അതിങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇണകളെ ആകർഷിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന കുരുവിക്കൂടുകളാണ് അത്. ആറ്റിൻ തീരങ്ങളിലെ മരങ്ങളിലൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് തൂങ്ങിക്കിടക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡോക്ടർ സലീം അലി ഇത് വളരെ ഭംഗിയായിട്ട് നിരീക്ഷിച്ച് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. എത്ര ഭംഗിയായിട്ടാണ് ഈ കൂടിങ്ങനെ മെനഞ്ഞെടുക്കുന്നതെന്നറിയാമോ? അറ്റത്തെ അരമുള്ള നെൽച്ചെടിയുടെ നാരുകളാണ് അത് കൊണ്ടുവന്ന് ഇങ്ങനെ ചുറ്റുന്നത്. അതിൽ താഴേക്ക് നമ്മൾ കൈവച്ചാൽ നമ്മുടെ കൈക്കൊന്നും സംഭവിക്കുകയില്ല, പക്ഷെ ആ കൂടിൻ്റെ മുകളിലേക്ക് നമ്മൾ കൈവച്ചാൽ ഈ അരം കൊണ്ട് നമ്മുടെ കൈ മുറി. അത്ര ഭംഗിയായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് രണ്ട് ഉപേക്ഷിച്ച കൂടുകൾ ഈ ഗവേഷകർ തുറന്നു നോക്കി. അപ്പോൾ ഒരു വലിയ അത്ഭുതം അവർ കണ്ടു. ആ കൂട് മനോഹരമായി നിർമ്മിച്ച ഈ കിളിക്കൂടിൻ്റെ ഉള്ളിൽ ഒരു മൺകട്ട, ഒരു മൺതുള്ളി, മണ്ണിൻ്റെ ചെറിയൊരു കഷണം വെച്ചിരിക്കുകയാണ്. എല്ലാ ഉപേക്ഷിക്കപ്പെട്ട കിളിക്കൂടുകളിലും ഈ മണ്ണിൻ്റെ കഷ്ണമുണ്ട്. ഇവരെല്ലാം ഇപ്പോഴും തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ആറ്റക്കിളിയുടെ, ആറ്റുക്കുരുവിയുടെ കൂട്ടിൽ ഈ മണ്ണിൻ്റെ കഷണം? ചിലർ പറഞ്ഞു അവർക്ക് മിന്നാമിനുങ്ങുകളെ കൊണ്ട് പിടിച്ചു വെക്കുന്നതിനാണ്, കൂട്ടിൽ വെട്ടം കിട്ടാൻ. ഈ സലീം അലി അത് നിഷേധിക്കുന്നുണ്ട്, അതിനൊന്നുമല്ല. എന്താണെന്ന് പിടികിട്ടുന്നില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ വീട്ടിലും എത്രമാത്രം വലിയ ഉയർന്ന സൗധങ്ങളാണെങ്കിലും രമ്യഹർമ്മ്യങ്ങളാണെങ്കിലും ഫ്ലാറ്റുകളാണെങ്കിലും ഒരു മണ്ണിന്റെ അംശം നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ടാകണം. ഒരു മൺതുള്ളി, ഒരു പ്രാർത്ഥനയുടെ കണ്ണീർത്തുള്ളി, ഈർപ്പം നൽകുന്ന ഒരു ഞാറ്റുവേല, അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷമാണ് ആ മൺതുള്ളി, കർത്താവിൻ്റെ സുവിശേഷമാണ് ആ ഞാറ്റുവേല. അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് അനേക നിലകൊള്ളതായിക്കൊള്ളട്ടെ, കുഞ്ഞുകുടിലായിക്കൊള്ളട്ടെ, ഇടത്തരമായിക്കൊള്ളട്ടെ, അതിന്മേൽ ഈ പ്രാർത്ഥനയുടെ ഒരു മർദ്ദവും മയവും ഈർപ്പവും ഉണ്ടെങ്കിൽ ആ പെട്ടകത്തിൻ്റെ വാതിൽ യഹോവ അടയ്ക്കും. പ്രളയമുണ്ടാകും, ഒഴുക്കുണ്ടാകും, ജീർണതയും മരണങ്ങളും ഉണ്ടാകും, പക്ഷേ വിശ്വാസത്തിന്റെ ആറാറാത്തിന്മേൽ അത് ഉറയ്ക്കും. ആ ഭവനത്തെ നമുക്ക് അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും.
കർത്തൃശിഷ്യന്മാരുടെ ജീവിതവും അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തോളം സഞ്ചരിച്ചു, കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രചരിപ്പിച്ചു, അനേകർ രക്തസാക്ഷികളായി. പത്രോസ് തന്നെ പറയുന്നു, എനിക്ക് അവൻ്റെ പാദപീഠങ്ങളെ ചുംബിക്കുവാൻ തക്കവണ്ണം എന്നെ തലകീഴായി ക്രൂശിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് നിലനിർത്തേണ്ടതിനെ നിലനിർത്തി വചനമാകുന്ന നാവിഗേഷൻ, ദിശാസൂചിയിൽ മുന്നോട്ട് പോകുക. വിശ്വാസത്തിൻ്റെ പാറക്കെട്ടിൽ അത് ഉറയ്ക്കും. അതുകൊണ്ട് ഈ കൂടിവരവും വചന ശുശ്രൂഷയും നമ്മളെ അപ്രകാരമുള്ള ബോധ്യങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.